അനിയന്ത്രിതമായ ജീവിതശൈലി രോഗങ്ങളും ഡോക്ടർമാരുടെ ഉപദേശപ്രകാരമല്ലാതെയുള്ള മരുന്നുകളുടെ അമിത ഉപയോഗവും ചില ജനിതകപരമായ അസുഖങ്ങളും ആളുകളെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അനിയന്ത്രിതമായ ഈ സാഹചര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ രോഗികൾ എൻഡ് സ്റ്റേജ് ഓർഗൻ ഫെയിലിയർ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്നു. പ്രധാനമായും എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ സ്ഥായിയായ വൃക്കസ്തംഭനം. അവയവദാനത്തെക്കുറിച്ചും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നു ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ എബ്രഹാം. ഇദ്ദേഹം കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിലെ വൃക്കരോഗ വിഭാഗം മേധാവിയായും സംസ്ഥാന സർക്കാരിൻ്റെ മസ്തിഷ്ക മരണാനന്തര അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ സെൻട്രൽ സോൺ നോഡൽ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിയുടെ അധികായൻ ഡോക്ടർ സെബാസ്റ്റ്യൻ അവറുകളെ എത്രയും സ്നേഹാദരവോടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിയിൽ വൈദഗ്ധ്യം നേടുവാൻ ഡോക്ടറെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നെഫ്രോളജി അഥവാ വൃക്കരോഗ വിഭാഗവും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജി വളരെ വ്യത്യസ്തമായ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു രോഗിയെ കാണുമ്പോൾ രോഗിക്ക് 100% റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇപ്പം വൃക്കരോഗ വിഭാഗത്തിൽ അതുപോലെ ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിയിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 100% നമുക്ക് ക്യൂർ ആകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അവരുടെ അസുഖം 100% ശരിയായി പോകണമെന്നാണ്. വൃക്കരോഗ വിഭാഗത്തിലെ ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നാൽ ആ രോഗിക്ക് എന്ത് അസുഖം വന്നാലും അത് അങ്ങേയറ്റം മാറാൻ പറ്റില്ലാത്ത വൃക്കസ്തംഭനമാണെങ്കിൽ പോലും അതിന് ശരിയായ ഒരു ചികിത്സയുണ്ട്. മറ്റ് അവയവങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലിയർ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൃദയം ഫെയിലായി പോയി കഴിഞ്ഞാൽ മാറ്റിവെക്കുക എന്നുള്ള ഒരു ഓപ്ഷനുള്ളൂ. അതേസമയം ഹൃദയം മാറ്റിവെക്കണമെങ്കിൽ ഒരു ഹൃദയം കിട്ടണം. ആ ഹൃദയം കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം കിട്ടുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം നമുക്ക് വൃക്കരോഗമായിട്ട് വരുന്ന ഒരാൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരാൾ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായാൽ അയാൾക്ക് 100% റിസൾട്ട് കിട്ടും. അയാൾ 100% ശരിയായി പ്രവർത്തിക്കുന്ന ഒരു കിഡ്നിയോടുകൂടി അയാൾക്ക് തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് പഴയ രീതിയിൽ തന്നെ പോകാൻ സാധിക്കും. വൃക്ക തകരാറിലാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? വൃക്ക തകരാറാകുന്നതിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രമേഹവും രക്താതിസമ്മർദ്ദവുമാണ്. നമ്മുടെ സാധാരണ ജനസംഖ്യയുടെ ഒരു 50-60% ആളുകളിൽ പ്രമേഹവും രക്താതിസമ്മർദ്ദവുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് വൃക്കരോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 50% വൃക്കരോഗികളും പ്രമേഹം അഥവാ രക്താതിസമ്മർദ്ദമുള്ള ആൾക്കാരാണ്. അതുകൂടാതെ മറ്റ് വൃക്കകളെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളും വൃക്കരോഗത്തിലേക്കും എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കസ്തംഭനത്തിലേക്കും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ വൃക്കരോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഏത് കാര്യത്തിലാണ്? വൃക്കരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നുണ്ടാകുന്ന ദേഹം മുഴുവൻ ഉണ്ടാകുന്ന നീര്, പ്രത്യേകിച്ച് മുഖത്ത്, കാലിൽ, ദേഹം മുഴുവനുള്ള നീര്, മൂത്രം പതഞ്ഞു പോവുക, മൂത്രത്തിൽ രക്തമയം അഥവാ മൂത്രത്തിൻ്റെ കളർ ഒരു കട്ടൻ ചായയുടെ കളർ ഉണ്ടാകുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, മൂത്രം പോകുമ്പോൾ വേദന ഉണ്ടാകുക, മൂത്രത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പാസ് ചെയ്യുക, പ്രത്യേകിച്ച് ചില മൂത്രത്തിൽ കൂടെ കല്ല് പോവുക, അതുപോലെ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുക. അതിൻ്റെ ലക്ഷണമായിട്ട് മൂത്രത്തിൽ പലപ്പോഴും മൂത്രത്തിന് ചുടിച്ചിൽ അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാകുക, ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണമാകാം. അതേപോലെ തന്നെ വൃക്കരോഗത്തിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ അമിതമായ ക്ഷീണം, നേരം വെളുക്കുമ്പോഴുള്ള ഛർദി, അതുപോലെ രാത്രിയിൽ കൂടുതലായിട്ട് മൂത്രം പോവുക, മസിൽ കയറ്റം, കോച്ചി വലിക്കൽ, ചിലപ്പോൾ അതിതീവ്രമായ വൃക്കസ്തംഭനത്തിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് അബോധാവസ്ഥയും ചിലപ്പോൾ സീഷർ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ആദ്യം
പ്രമേഹത്തെക്കുറിച്ചും ബ്ലഡ് പ്രഷറിനെ കുറിച്ചും സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഉള്ള ആളുകൾ അവരുടെ വൃക്കയെ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് പ്രമേഹം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രമേഹം അതിന് പ്രത്യേകമായ ചില പാരാമീറ്റേഴ്സ്, പ്രത്യേകിച്ച് HbA1c എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റുണ്ട്. ഈ ടെസ്റ്റ് അനുസരിച്ച് പ്രമേഹത്തിൻ്റെ ലെവൽ നന്നായിട്ട് കൺട്രോളായിട്ട് പോകണം. അത് ഭക്ഷണക്രമം അതുപോലെ തന്നെ മരുന്ന് വഴിയായിട്ടും പ്രമേഹം നന്നായിട്ട് കൺട്രോളാകണം. 2, BP, ബ്ലഡ് പ്രഷർ പ്രത്യേകമായി വളരെ നല്ല നിർദ്ദിഷ്ട അളവിൽ താഴെയായിട്ട് പ്രഷർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് കൊളസ്ട്രോളിൻ്റെ അളവും നന്നായിട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ബോഡി വെയ്റ്റ്, ബോഡി മാസ് ഇൻഡെക്സ്, അതുപോലെ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ഇതൊക്കെ വളരെ നിയന്ത്രിച്ച് പോകേണ്ട ആവശ്യമുണ്ട്. അതുപോലെ മറ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് മൂത്രത്തിലെ പഴുപ്പ്, മൂത്രത്തിലെ കല്ല്, ഇതൊക്കെ വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. പിന്നീട് ഉള്ളത് മറ്റ് മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് വേദന സംഹാരികൾ, വൃക്കകൾക്ക് കേടുണ്ടാകുന്ന മരുന്നുകൾ, ഇവ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് പോകേണ്ടത്. ഡോക്ടർ, സ്ഥായിയായ വൃക്കസ്തംഭനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വിട്ടുമാറാത്ത വൃക്കരോഗമുള്ള ഒരു വ്യക്തി പാലിക്കേണ്ടതായിട്ടുള്ള ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമവും ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അത് എങ്ങനെയായിരിക്കുമെന്ന് പറയാമോ? അതായത് വൃക്കരോഗം പല രീതിയിലുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനമുണ്ട്, സ്ഥായിയായ വൃക്കസ്തംഭനമുണ്ട്. സ്ഥായിയായ വൃക്കസ്തംഭനം ഒരാളുടെ വൃക്കസ്തംഭനം 3 മാസത്തിൽ കൂടുതലായി നിലനിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ഥായിയായ വൃക്കസ്തംഭനം എന്നാണ്. ആ സ്ഥായിയായ വൃക്കസ്തംഭനത്തിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. അതിൽ അവസാനത്തെ സ്റ്റേജാണ് എൻ സ്റ്റേജ് റീനൽ ഡിസീസ്, അഥവാ 5ാമത്തെ സ്റ്റേജ്, CKD സ്റ്റേജ് 5 എന്ന് പറയുന്നു. ഈ CKD സ്റ്റേജ് 5 വന്നിരിക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അവർക്ക് നിർദ്ദേശിക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അത് ഡയാലിസിസ് ആകാം, ട്രാൻസ്പ്ലാന്റ് ആകാം. അതിന് മുമ്പുള്ള ഭക്ഷണക്രമീകരണത്തെ പറ്റിയാണ് താങ്കൾ ചോദിച്ചത്. അതായത് നമ്മൾ വൃക്കരോഗം 5ാമത്തെ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ, ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. ഉപ്പ് നമ്മൾ ഒരു ദിവസം നമ്മുടെ ഉപ്പിൻ്റെ അളവ് 5 ഗ്രാം, അതായത് ഒരു ചെറിയ സ്പൂൺ, അതാണ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ വർജിക്കുക. പ്രത്യേകിച്ച് അച്ചാറുകൾ, ഉണക്കമീൻ, പപ്പടം, ഇതുപോലെയുള്ള ഉപ്പ് കൂടുതലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ അഡീഷണലായിട്ട് ഉപ്പ് ഇടാതിരിക്കുക. ഭക്ഷണത്തിൽ കറിക്കകത്ത് ചെറിയ തോതിൽ ഉപ്പിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നീട് 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ്. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് യൂറിയയും ക്രിയാറ്റിനും നമ്മുടെ ബോഡിയിലുണ്ടാകുന്നത്. അപ്പോൾ ഈ യൂറിയയുടെയും ക്രിയാറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പ്രോട്ടീൻ്റെ ഉപയോഗം, പ്രത്യേകിച്ച് നമ്മുടെ ആനിമൽ പ്രോട്ടീൻസ്, കൂടുതൽ റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക്, ഇങ്ങനെയുള്ള മീറ്റ്, അതായത് ഇറച്ചിയുടെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ വലിയ മീനുകൾ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗവും കുറയ്ക്കുക. അതനുസരിച്ച് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് ഒരു ദിവസം 0.6 to 0.8 ഗ്രാം പെർ kg, അതായത് 50 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് ഒരു ദിവസം എടുക്കാവുന്ന, സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് പ്രോട്ടീൻ്റെ അളവ് പറയുന്നത് 1 ഗ്രാം പെർ kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോ ഉള്ള ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീനാണ്. അതേസമയം നമ്മൾ കിഡ്നി രോഗമുള്ള ഒരാളുടെ ഇതിൻ്റെ ഒരു 60%-നും 80%-നും ഇടയ്ക്ക് പ്രോട്ടീൻ എടുക്കാൻ പാടുള്ളൂ. അതായത് 50 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് 40 ഗ്രാം അല്ലെങ്കിൽ 30 ഗ്രാമിനും ഇടയ്ക്ക് പ്രോട്ടീൻ എടുക്കാൻ പാടുള്ളൂ. അതാണ് പ്രോട്ടീൻ്റെ കുറവ്. എന്ന് വെച്ച് നമ്മൾ പ്രോട്ടീനിൽ വളരെ കുറച്ച്, പ്രത്യേകിച്ച് പയറുവർഗ്ഗങ്ങൾ, കടല, ഇതൊക്കെ കഴിക്കുകയേ പാടില്ല എന്നൊക്കെ ഉള്ള ചിന്ത പാടില്ല. അങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാൽന്യൂട്രീഷൻ, അതായത്
പോഷകാഹാരക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സാർ, ഈ പോഷകാഹാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പല രോഗികളും വൃക്ക രോഗികളും ഈ ഫ്രൂട്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ചില സാഹചര്യത്തിൽ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് അധികമായി അവർ എടുക്കുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആധികാരികത എന്താണെന്ന് സാർ ഒന്ന് പറയാമോ? ഓക്കെ, ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് പൊട്ടാസ്യത്തിൻ്റെ അളവ്. ഈ പൊട്ടാസ്യം വളരെ കൂടുതലായിട്ട് ഉള്ളതാണ് ഡ്രൈ ഫ്രൂട്ട്സിലും അതുപോലെ ഫ്രൂട്ട് ജ്യൂസിലും. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പൊട്ടാസ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് യൂറിൻ വഴിയാണ് മെയിനായിട്ട്. അപ്പോൾ ഈ കിഡ്നി ഫെയിലായിട്ടുള്ള ആളുകളിൽ ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് അമിതമായി കൂടുകയും അത് ഹൃദയ സ്തംഭനത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർഡിയാക് അരിത്മിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹൃദയത്തിൻ്റെ താളം തെറ്റുകയും പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇത് പൊട്ടാസ്യം ഒഴിവാക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൊട്ടാസ്യം ഒഴിവാക്കുന്ന പൊട്ടാസ്യം കണ്ടെയ്നിങ് ഫുഡ് അതിലാണ് പ്രധാനമായിട്ടും വരുന്നതാണ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ജ്യൂസസ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്. ഡോക്ടർ, സ്ഥായിയായ വൃക്കസ്തംഭനം ഉണ്ടായ ഒരു രോഗിക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഇത് പരിഗണിക്കുമ്പോൾ ഒരു നെഫ്രോളജിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഏത് കാര്യത്തിനായിരിക്കും? സ്ഥായിയായ വൃക്കസ്തംഭനം അഥവാ CKD സ്റ്റേജ് 5 എന്ന ഈ രോഗാവസ്ഥയിൽ ഏറ്റവും നല്ല ചികിത്സ താങ്കൾ പറഞ്ഞതുപോലെ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കലാണ്. അപ്പോൾ ഇതിലേതാണ് നല്ലത് എന്ന ചോദ്യത്തിന് ഉത്തരം കിഡ്നി മാറ്റിവെക്കൽ എന്ന് തന്നെയാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മളൊരു ഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതകാലം മുഴുവൻ തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം. ലോങ് ടൈം യൂഷ്വലി നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഈ ഡയാലിസിസ് ജീവിതകാലം മുഴുവൻ തുടരുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായ രോഗിക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു വൃക്ക മാറ്റിവെക്കലിന് ഈ രോഗി തയ്യാറായാൽ അദ്ദേഹത്തിനെ പഴയ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് വൃക്ക മാറ്റിവെക്കലാണ് ഏറ്റവും നല്ല ചികിത്സ. വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്തംഭനം ഉണ്ടായ സ്ഥായിയായ വൃക്കസ്തംഭനം സംഭവിച്ച രോഗിക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യം പറയുമ്പോൾ ആ അവയവം കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള അവയവം ലഭ്യമാകുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അപ്പോൾ ഒരു കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ നോഡൽ ഓഫീസറായി പ്രവർത്തനം അനുഷ്ഠിച്ച സാറിന് ഈ രോഗികൾക്ക് നൽകുവാനായിട്ടുള്ള ഒരു ഉപദേശം എന്താണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നി മാറ്റിവെക്കലിന് കിഡ്നി റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആവശ്യമുള്ള ആളുകളിൽ വളരെ ചെറിയ 1% താഴെ ആൾക്കാർക്ക് പോലും കിഡ്നി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് കിഡ്നി മാറ്റിവെക്കാൻ 2 രീതിയിലുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അതേപോലെ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരുടെ വൃക്ക മാറ്റിവെക്കുക. ഇതിൽ ജീവിച്ചിരിക്കുന്നവരുടെ വൃക്കയുടെ ലഭ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം അതിൽ അവരുടെ പിന്നെ രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേർച്ച ഉണ്ടാകണം. മറ്റേ ക്രോസ് മാച്ചിങ്ങിലും അത് നന്നായി ചേരുന്ന ഒരു കിഡ്നി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ നമ്മൾ മിക്കവാറും റിലേറ്റഡ് ബന്ധുക്കൾ തമ്മിലുള്ള ട്രാൻസ്പ്ലാന്റാണ് കൂടുതലും നടന്നു വരുന്നത്. അൺറിലേറ്റഡ് ബന്ധുക്കളല്ലാത്തവരിൽ നിന്നുള്ള വൃക്ക മാറ്റിവെക്കൽ വളരെ ചുരുക്കമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വൃക്ക രോഗികളിൽ 99% ആൾക്കാരും ഡയാലിസിസിന് പോലും വിധേയമാകാതെ പലപ്പോഴും മരണപ്പെടുകയാണ്. ഇത് വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ മസ്തിഷ്ക മരണം വഴിയുള്ള വൃക്ക ദാനത്തെ പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ തന്നെ മറ്റ് അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റും കൂടുതലായി മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് വഴിയുള്ള ആളുകളെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയ പൂർണ്ണമാകില്ല. കൂടുതൽ ആൾക്കാർ മരണപ്പെടുകയുള്ളൂ.
മസ്തിഷ്ക മരണാനന്തര അവയവദാനം വഴി അവയവം ലഭ്യമാക്കുന്നതിൽ സാർ പ്രവർത്തിച്ച ഈ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കേസോട്ടോ എന്നറിയപ്പെടുന്ന ആ ഓഫീസിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് വരുന്നത്? വളരെ കൂടുതലായി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ കേസോട്ടോയുടെ പരിധിയിൽ കൂടുതലായി ഹോസ്പിറ്റലുകളും പ്രത്യേകിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവിടെയെല്ലാം ഒരു മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും മസ്തിഷ്ക മരണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ ആളുകൾ കൂടുതലായി ഇതിനെപ്പറ്റി ബോധവാന്മാരാകുകയും ചെയ്താൽ കൂടുതൽ അവയവങ്ങൾ നമുക്ക് അവയവദാനത്തിനായി കിട്ടുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗികൾ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കേസോട്ടോയുടെ കീഴിൽ, അതായത് ഈ ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ കീഴിൽ രോഗികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. കൂടുതൽ ആളുകളിപ്പം രജിസ്ട്രേഷൻ മൃതസഞ്ജീവനി പോർട്ടൽ വഴിയായിട്ട് ഇങ്ങനെയുള്ള രോഗികളെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം KM ചെറിയാൻ ഹോസ്പിറ്റൽ ലഭ്യമാണ്. സാർ, മസ്തിഷ്ക മരണത്തിൻ്റെ കാര്യം പറഞ്ഞു, മസ്തിഷ്ക മരണാനന്തര അവയവദാനം. ഈ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള മസ്തിഷ്ക മരണ സ്ഥിരീകരണവുമായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, ഈ മസ്തിഷ്ക മരണ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ? മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് 4 ഡോക്ടർമാരുടെ ഒരു ടീം ആണ്. പ്രത്യേകിച്ച് ഒന്ന് ഒരു ന്യൂറോ സർജൻ അല്ലെങ്കിൽ ന്യൂറോ ഫിസിഷ്യൻ, ട്രീറ്റിംഗ് ഡോക്ടർ, അതുപോലെ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ ലെവലിലുള്ള ഒരു ഡോക്ടർ. ഇത്രയും 4 പേരുള്ള ഒരു 4 പേരുടെ ഡോക്ടർമാരുടെ ഒരു സംഘം 6 മണിക്കൂർ ഇടവിട്ട് രോഗിയെ പരിശോധിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചാൽ മാത്രമേ ഉള്ളൂ മസ്തിഷ്ക മരണം എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരാൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം അവരുടെ റിലേറ്റീവ്സ് വൃക്ക അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം പല അവയവങ്ങളും നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഹൃദയം, അതുപോലെ ശ്വാസകോശം, ലിവർ, കിഡ്നി, ചെറുകുടൽ, ഇങ്ങനെയുള്ള മിക്കവാറും അവയവങ്ങളൊക്കെ നമുക്ക് ദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം നമ്മൾ രോഗിയുടെ ബന്ധുക്കൾ ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ അതിന് വേണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് കേസോട്ടോ വഴിയായി നമുക്ക് പെട്ടെന്ന് ഇത് കൂടുതൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ മസ്തിഷ്ക മരണാനന്തര അവയവദാനം വഴി അവയവദാനം നടക്കുമ്പോൾ കുറഞ്ഞത് 7 അല്ലെങ്കിൽ 8 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുമെന്നാണ് സാർ പറയുന്നത്. അതെ.